Good afternoon, all. Good afternoon. Good afternoon, Miss. Good afternoon. So, prayer പറഞ്ഞോ കേട്ടാ. Prayer ഞാനാണ് Miss. അറിവിൻ പ്രകാശമേ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെങ്ങും കനിവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളേത് കാവലാകേണമേ. പുതിയ പ്രഭാതം വിടരുവാനായി പുതിയ പ്രതീക്ഷ ഉയരുവാനായി നന്മകൾ നിറയുമീ പൂങ്കാവുകൾ സ്നേഹം വിതയ്ക്കും വയലേലകൾ ഞങ്ങൾ തന്മനതാരിലെങ്ങുമെന്നും അക്ഷര പൊരുളിൻ പ്രഭയേകനേ അക്ഷര പൊരുളിൻ പ്രഭയേകനേ. അറിവിൻ പ്രകാശമേ നീ നയിച്ചാലും അലിവിൻ പ്രവാഹമേ നീ തുണച്ചാലും അകതാരിലെങ്ങും കനിവ് നിറഞ്ഞിടാൻ അക്ഷര പൊരുളേവി കാതലാകേണമേ. Thank you, Miss. Thank you. നന്നായിട്ടുണ്ട് കേട്ടോ. സൈനിങ് ആൻഡ് തോട്ട് ഓഫ് ദി ഡേ പറഞ്ഞു. Thought of the day: believe in yourself and you will achieve great things. I repeat, believe in yourself and you will achieve great things. സ്വയം വിശ്വസിക്കുക, നിങ്ങൾ വലിയ നേട്ടങ്ങൾ കൈവരിക്കും. താങ്ക് യു. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കൊമ്പിളിലെ പുണ്യം നീയല്ലേ. മഞ്ഞോളം പോലെ മനസ്സിൻ പുണ്യാഹം പോലെ എന്നുയിരിൻ കൊമ്പിളിലെ പുണ്യം നീയല്ലേ. മാറിൽ നീയോ ചായും നേരം മാനിൻ കുഞ്ഞായി മാറും നേരം വെള്ളി നിലാവാകുന്നേ ഞാനെന്നും നല്ലാരോമൽവാവേ. ചന്ദന പിന്നലിൽ സമരം വീശി വന്നോരോരാ ആലില മഞ്ചമൊരുക്കിയിരുന്നേ ഞാൻ. മുത്തേ മുത്തേ കിങ്ങിണി മുത്തേ നിനക്കെന്നും ഉറങ്ങിടാൻ ഒരു ചിപ്പിയണിയമ്മ. കാൽത്തളയിൽ കൈവളയിൽ കിലുകില നീ കളിയാടി വന്നു കാതോർത്തിരുന്നേ അമ്മ. പിച്ച പിച്ച വെക്കും കൺമണിയേ എന്നിവി തന്നിലെ കൃഷ്ണമണി. പിച്ച പിച്ച വെക്കും കൺമണി എന്നിവി തന്നിലെ കൃഷ്ണമണി. സൈനിങ് ബൈ ബിന്ദുജ. താങ്ക് യു. നന്നായിരുന്നു കേട്ടോ. ഓക്കെ, താങ്ക് യു മാം. ഓക്കെ, അപ്പോ നമ്മള് ലാസ്റ്റ് ക്ലാസ്സില് മോണ്ടിസോറിയുടെ ഡിസ്കവറീസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലേ? അല്ലേ? ഏതെല്ലാം ഡിസ്കവറീസ് നോക്കി? mental concentration, love of repetition, love of order, freedom of choice, love of work, no need for reward and punishment, lovers of silence, writing and reading, last spontaneous self-discipline വരെ നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. അത് കൂടാതെ ലാസ്റ്റ് ക്ലാസ്സിൽ സെമിനാർ വന്നിട്ടുണ്ടായിരുന്നു. ടോപ്പിക് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്നുള്ളതാണ്. പ്രിപ്പയർഡ് ആണോ എല്ലാവരും? ആണ്. ഓക്കെ, നമുക്ക് സെമിനാറിലേക്ക് പോവാം. ഓക്കെ,
ഫസ്റ്റ് ഗോപിക ഉണ്ടോ? ഗോപിക റെഡിയാണോ? റെഡിയാണ് മാം. ഓക്കെ, ഞാൻ മോനെ പിൻ ചെയ്യാം. കേട്ടോ. എന്താ മാം? അല്ല, പിൻ ചെയ്ത് വെക്കാന്ന് പറഞ്ഞതല്ല. ഓക്കെ മാം. ഓക്കെ, ചെയ്തോട്ടോ. Good afternoon, respected ma'am and dear friends. Today I am very happy to present a seminar of the great educationist Dr. Maria Montessori. I hope this presentation will help you to understand the topic better and gain some useful information. Let me start my seminar. Dr. Maria Montessori was a famous Italian doctor, teacher, and the founder of the Montessori method of education, which focused child-centered education. Her ideas changed the way children are taught all over the world. She introduced new methods in education that help develop the natural abilities of children. അതായത് കുട്ടികളുടെ സ്വാഭാവിക കഴിവുകൾ വളർത്തുന്നതിനുള്ള പുതിയ രീതികളാണ് മറിയ വിദ്യാഭ്യാസ രംഗത്ത് അവതരിപ്പിച്ചത്. Maria was born on August 31st, 1870 in Chiara Valley. At the time, it was very difficult for women to receive higher education. But Maria always loved learning and wanted to achieve something great. She first studied engineering and later decided to study medicine. In 1896, she became one of the first female doctors in Italy. After graduating from the University of Rome. While working as a doctor, she met many children with learning difficulties. She realized that these children needed special ways of teaching. She began studying philosophy and education to help them learn better. Through her research, she discovered that children learn best when they are explore and learn through activities. എന്ന് വെച്ചാൽ കുട്ടികൾ സ്വതന്ത്രമായി പ്രവർത്തിക്കുമ്പോഴാണ് അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ പഠിക്കുമ്പോഴാണ് അവർ കൂടുതൽ നന്നായി പഠിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞു. In 1907, Maria opened his first school called Casa di Bambini in Rome. These are observed children carefully and develop her teaching method. Her method focused on giving freedom to children to learn. അതായത് കുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടെ പഠിക്കാൻ അവസരം നൽകി. Learning through activities, പ്രവർത്തനങ്ങളിലൂടെയുള്ള പഠനത്തിനും developing self-discipline and responsibility, സ്വയം നിയന്ത്രണവും ഉത്തരവാദിത്വവും വളർത്തുക എന്നതിലൂടെയും teachers acting as guides rather than controllers, അധ്യാപകർ ഒരു മാർഗനിർദ്ദേശകരായി പ്രവർത്തിക്കുക എന്നതിലൂടെയാണ്. This method helps to develop creativity and confidence in children. Maria contributions to the world, she spread her educational ideas across the world. She wrote many books and conducted teachers training program in different countries. Her educational philosophy believed that every child has natural potential. അതായത് ഓരോ കുട്ടിക്കും സ്വാഭാവിക കഴിവുണ്ട്. Children learn best through experience. അനുഭവങ്ങളിലൂടെ പഠിക്കുമ്പോൾ കുട്ടികൾ മികച്ച രീതിയിൽ പഠിക്കുന്നു. Teachers should guide rather than control children. അധ്യാപകർ നിർദ്ദേശകരായിരിക്കണം, അല്ലാതെ നിയന്ത്രിക്കുന്നവരാകരുത്. Today, many schools around the world follow the Montessori system of education. Her ideas brought great changes in early childhood education. I introduce some important books of Maria Montessori. The Montessori Method. First book name, The Montessori Method, explains her educational philosophy and teaching method.
Next, the absorbent mind that describe how young children naturally absorb knowledge from their environment. Third, the discovery of the child. It talks about child development and learning through activities. Fourth book, Education for a New World. It focuses on the importance of early childhood education. Fifth one, The Secret of Childhood. It can also explain the hidden potential and psychological development of children. Maria spent many years traveling and spreading her ideas about education. She received many honors for her work. She passed away on May 6, 1952 in Newdwatch. But her educational ideas still live on in Montessori school across the world. I concluded my seminar with Maria's important quotes. The great sign of success for a teacher is to be able to say, children are now working as if I did not exist. അതായത് ഒരു നല്ല അധ്യാപകൻ കുട്ടികളെ സ്വയം പഠിക്കാൻ സ്വന്തമായി പ്രവർത്തിക്കാനും പ്രാപ്തരാക്കുന്നു. അപ്പോൾ അധ്യാപകന്റെ സഹായം കൂടാതെ തന്നെ കുട്ടികൾക്ക് പഠിക്കാൻ കഴിയണം. അതാണ് അധ്യാപകന്റെ ഏറ്റവും വലിയ വിജയം. Free the child's potential and you will transfer him into the world. കുട്ടിയുടെ കഴിവുകൾ സ്വതന്ത്രമാക്കുക. അപ്പോൾ അവൻ ലോകത്തെ തന്നെ മാറ്റാൻ കഴിയുന്നതാകും. ലോകത്തെ തന്നെ മാറ്റാൻ കഴിയുന്നവനാകും. Third, the child is both a hope and a promise for mankind. ഒരു കുഞ്ഞ് മനുഷ്യരാശിയുടെ പ്രത്യാശയും വാഗ്ദാനവുമാകുന്നു. Dr. Maria Montessori was a great personality in the field of education. The Montessori method, which respects the natural development of children, is her greatest contribution to the world. Her ideas continue to inspire teachers and children, like students around the world to even today. Thank you, ma'am, for giving me this wonderful opportunity. Thank you, dear friends. Thank you. ഗോപിക. Thank you, ma'am. അനുമോള്. ഓക്കേടാ. ഗുഡ് ആഫ്റ്റർനൂൺ എവരിവൺ. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് നമ്മുടെ എവരുടെയും പ്രിയങ്കരിയായ മരിയ മോണ്ടിസോറിയുടെ ജീവിതകഥയാണ്. മരിയ മോണ്ടിസോറി ഒരു പ്രശസ്ത ഇറ്റാലിയൻ ഡോക്ടറും വിദ്യാഭ്യാസ പരിഷ്കർത്താവുമാണ്. അവർ വികസിപ്പിച്ച മോണ്ടിസോറി വിദ്യാഭ്യാസ രീതി ഇന്ന് ലോകമെമ്പാടും ഉപയോഗിക്കപ്പെടുന്ന ഒരു പ്രധാന പഠന രീതിയാണ്. കുട്ടികൾക്ക് സ്വാതന്ത്ര്യവും സ്വയം പഠിക്കാനുള്ള അവസരവും നൽകുമ്പോൾ അവർ മികച്ച രീതിയിൽ പഠിക്കുമെന്ന് അവർ വിശ്വസിച്ചു. കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയും കഴിവുകളും വികസിപ്പിക്കുകയാണ് ഈ വിദ്യാഭ്യാസ രീതിയുടെ പ്രധാന ലക്ഷ്യം എന്നത്. മരിയ മോണ്ടിസോറിയുടെ ജീവിതത്തിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ മരിയ മോണ്ടിസോറി 1870 ഓഗസ്റ്റ് 31 ഇറ്റലിയിലെ കിയാരവില്ലെ എന്ന സ്ഥലത്ത് ജനിച്ചു. അവരുടെ പിതാവ് ഒരു സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. മാതാവായിരുന്നു അവരുടെ പഠനത്തെയും എല്ലാത്തെയും പിന്തുണച്ചുകൊണ്ടിരുന്ന, വിദ്യാഭ്യാസത്തെ ശക്തമായി പിന്തുണച്ചത് അവരുടെ മാതാവായിരുന്നു. ആ കാലഘട്ടത്തില് സ്ത്രീകൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം നേടുന്നത് വളരെ ബുദ്ധിമുട്ടായ ഒരു കാലഘട്ടമായിരുന്നു. എന്നിരുന്നാലും മരിയ മോണ്ടിസോറി വളരെ ദൃഢനിശ്ചയത്തോടെയും പരിശ്രമത്തോടെയും പഠനം തുടരുകയും ചെയ്തു. അവർ റോം സർവകലാശാലയിൽ മെഡിസിൻ പഠിച്ച് ഇറ്റലിയിലെ ആദ്യ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി മാറി. സ്ത്രീകൾക്ക് അവസരങ്ങൾ വളരെ കുറവായിരുന്ന ആ കാലത്ത് ഇത് വലിയ നേട്ടമായിരുന്നു. അവരുടെ വിദ്യാഭ്യാസത്തിന്റെ താല്പര്യം നമുക്ക് നോക്കാം. ഡോക്ടറായി ജോലി ചെയ്യുമ്പോൾ മരിയ മോണ്ടിസോറി പഠന ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്ന കുട്ടികളുമായിട്ട് പ്രവർത്തിക്കാനിടയായി. അവൾ അവരുടെ പെരുമാറ്റവും പഠന രീതികളും ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചു. ഈ നിരീക്ഷണത്തിലൂടെ കുട്ടികൾക്ക് ശരിയായ പഠന സാമഗ്രികളും സ്വാതന്ത്ര്യവും നൽകുമ്പോൾ അവർ കൂടുതൽ ഫലപ്രദമായി പഠിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കി. ഈ അനുഭവം അവരെ കുട്ടികളുടെ മനഃശാസ്ത്രവും വിദ്യാഭ്യാസവും പഠിക്കാൻ പ്രേരിപ്പിച്ചു. തുടർന്ന് കുട്ടികൾക്ക് സ്വാഭാവികമായും സ്വതന്ത്രമായും പഠിക്കാൻ സഹായിക്കുന്ന പുതിയ പഠന രീതികൾ വികസിപ്പിക്കാൻ അവർ തുടങ്ങി. അങ്ങനെയാണ് നമ്മുടെ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ ആരംഭം കുറിക്കുന്നത്.
1907 മരിയ മോണ്ടിസോറി റോമിൽ കാസാഡി ബാംബിനി എന്ന ആദ്യ സ്കൂൾ ആരംഭിച്ചു. ഈ പേരിന്റെ അർത്ഥം കുട്ടികളുടെ വീട് എന്നതാണ്. ഈ സ്കൂളിൽ കുട്ടികൾക്ക് തങ്ങൾ ഇഷ്ടമുള്ള പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനും പ്രായോഗിക അനുഭവങ്ങളിലൂടെ, അതായത് പ്രാക്ടിക്കലിലൂടെ പഠിക്കാനും അവസരം നൽകി. കുട്ടികളുടെ പഠനത്തിന് സഹായിക്കുന്ന പ്രത്യേക പഠന സാമഗ്രികൾ മരിയ മോണ്ടിസോറി രൂപകൽപ്പന ചെയ്തിരുന്നു. മരിയ മോണ്ടിസോറി രീതിയുടെ പ്രധാന സിദ്ധാന്തങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ദി മോണ്ടിസോറി മെത്തേഡ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, ചൈൽഡ് സെന്റേർഡ് ലേണിംഗ് ആണ്. കുട്ടി കേന്ദ്രീകൃത പഠനം. വിദ്യാഭ്യാസം അധ്യാപകനെ കേന്ദ്രീകരിച്ചല്ല നടക്കുന്നത്, കുട്ടിയെ കേന്ദ്രീകരിച്ചായിരിക്കണം. കുട്ടിയുടെ താല്പര്യങ്ങളും കഴിവുകളും ആവശ്യങ്ങളും അടിസ്ഥാനമായിരിക്കണം. രണ്ടാമതായിട്ട് ചെയ്തുകൊണ്ട് പഠിക്കൽ, അതായത് ലേണിംഗ് ബൈ ഡൂയിങ്. കുട്ടികൾ പ്രവർത്തനങ്ങളിലൂടെയും അനുഭവങ്ങളിലൂടെയും സജീവമായി പങ്കെടുക്കുമ്പോൾ അവർ കൂടുതൽ നല്ല രീതിയിൽ പഠിക്കുന്നു. തേർഡ് വൺ, തയ്യാറാക്കിയ പഠനാന്തരീക്ഷം, അതായത് പ്രിപ്പയർഡ് എൻവയറൺമെന്റ്. ക്ലാസ് മുറി കുട്ടികൾക്ക് സ്വതന്ത്രമായി സഞ്ചരിക്കാനും പഠന പ്രവർത്തനങ്ങൾ തിരഞ്ഞെടുക്കാനും കഴിയുന്ന വിധത്തിലായിരിക്കണം ക്രമീകരിക്കേണ്ടത്. ഫോർത്ത് വൺ, സ്വാതന്ത്ര്യവും ശാസനവും എന്ന് പറഞ്ഞാൽ ഫ്രീഡം ആൻഡ് ഡിസിപ്ലിൻ. കുട്ടികൾക്ക് പഠിക്കാനും അന്വേഷിക്കാനും സ്വാതന്ത്ര്യം നൽകണം. ഉത്തരവാദിത്വവും സ്വയം ശാസനവും പഠിപ്പിക്കണം. ഇതിനകത്ത് നമുക്ക് അധ്യാപകരുടെ പങ്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. മോണ്ടിസോറി വിദ്യാഭ്യാസത്തില് അധ്യാപകൻ പരമ്പരാഗത അധ്യാപകനെ പോലെ നിർദ്ദേശകം നൽകുന്ന ഒരാളല്ല. അധ്യാപകർ കുട്ടികളെ നയിക്കുന്ന മാർഗനിർദ്ദേശകനായോ സഹായിയായോ ആണ് പ്രവർത്തിക്കേണ്ടത്, അതായത് ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് പ്രവർത്തിക്കുക. അധ്യാപകന്റെ പ്രധാന റോള് എന്തെന്ന് നമുക്ക് നോക്കാം. കുട്ടികളെ നിരീക്ഷിക്കുക, ശരിയായ പഠന സാമഗ്രികൾ കുട്ടികൾക്ക് നൽകുക, കുട്ടികളുടെ സ്വാഭാവിക പഠനത്തെ പ്രോത്സാഹിപ്പിക്കുക. ഇനി നമുക്ക് മോണ്ടിസോറി പഠന സാമഗ്രികൾ, അതായത് മോണ്ടിസോറി ലേണിംഗ് മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മരിയ മോണ്ടിസോറി കുട്ടികൾ അവരുടെ ഇന്ദ്രിയങ്ങളിലൂടെ പഠിക്കാൻ സഹായിക്കുന്ന പ്രത്യേക പഠന സാമഗ്രികൾ രൂപകൽപ്പന ചെയ്തു. ഈ സാമഗ്രികൾ കുട്ടികളുടെ വിവിധ കഴിവുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നു. അതായത് ദൈനംദിന ജീവിത പ്രവർത്തനങ്ങൾ, പ്രാക്ടിക്കൽ ലൈഫ് ആക്ടിവിറ്റീസ്, ഇന്ദ്രിയ വികസനം, സെൻസോറിയൽ ഡെവലപ്മെന്റ്, ഭാഷാ വികസനം, ലാംഗ്വേജ് ഡെവലപ്മെന്റ്, മാത്തമാറ്റിക്സ്, ഗണിതശാസ്ത്രം, സാംസ്കാരിക അറിവ്, കൾച്ചറൽ നോളജ്. ഈ സാമഗ്രികളിലൂടെ കുട്ടികൾക്ക് ശ്രദ്ധ, ഏകോപനം, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം എന്നിവ വികസിക്കുന്നു. ഇനി ഇമ്പോർട്ടൻസ് ഓഫ് മോണ്ടിസോറി എഡ്യൂക്കേഷൻ. മോണ്ടിസോറി വിദ്യാഭ്യാസത്തിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. മോണ്ടിസോറി വിദ്യാഭ്യാസം കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായിക്കുന്നതാണ്. ഇത് കുട്ടികളെ സ്വതന്ത്രമായിട്ട് വളരാനും ഉത്തരവാദിത്തമുള്ള വ്യക്തികളായി മാറാനും സൃഷ്ടിപരമായ ചിന്തകൾ വികസിപ്പിക്കാനും, അതായത് ക്രിയേറ്റിവിറ്റി കൂടുതലാക്കുന്നു. കൗതുകവും അന്വേഷണ മനോഭാവവും വളർത്തുന്നു. കുട്ടികളിൽ ക്യൂരിയോസിറ്റി വളർത്തുന്നു. പ്രശ്ന പരിഹാര കഴിവുകൾ വികസിപ്പിക്കാനും സഹായിക്കുന്നു. പ്രോബ്ലം സോൾവിങ് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാനും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നത് കൊണ്ട് നമുക്ക് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാവുന്നു നമുക്ക് നോക്കാം. മോണ്ടിസോറി കോഴ്സ് പഠിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസവും വളർച്ചയും കൂടുതൽ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ നമ്മളെ സഹായിക്കുന്നു. പ്രത്യേകിച്ച് പ്രീ സ്കൂള്, കിൻഡർ ഗാർഡൻ പോലുള്ള മേഖലകളിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് വളരെ ഫലപ്രദമായ ഒരു കോഴ്സാണ്. ഫസ്റ്റ് വൺ, കുട്ടികളുടെ വളർച്ച മനസ്സിലാക്കാൻ സാധിക്കുന്നു. മോണ്ടിസോറി കോഴ്സ് പഠിക്കുമ്പോൾ കുട്ടികളുടെ വളർച്ചാ ഘട്ടങ്ങൾ, മനഃശാസ്ത്രം, പഠന രീതി എന്നിവയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായിട്ട് നല്ല അധ്യാപകനാകാനും ഈ കോഴ്സ് പഠിച്ചാൽ കുട്ടികളെ സ്നേഹത്തോടെ നയിക്കാനും ശരിയായ രീതിയിൽ പഠിപ്പിക്കാനും കഴിയും. മൂന്നാമതായിട്ട് ആധുനിക പഠന രീതി മനസ്സിലാക്കാൻ, അതായത് മോണ്ടിസോറി മെത്തേഡ് ഒരു മോഡേൺ ടീച്ചിങ് മെത്തേഡാണ്. ആക്ടിവിറ്റി ബേസ്ഡ് ലേണിംഗ്, ലേണിംഗ് ബൈ ഡൂയിങ് തുടങ്ങിയ രീതികൾ ഇതിൽ ഉൾപ്പെടുന്നു. ഫോർത്ത് വൺ, ഏറ്റവും കൂടുതൽ നമ്മൾ ആഗ്രഹിക്കുന്ന ജോലി അവസരങ്ങൾ നേടാനായിട്ടാണ്. മോണ്ടിസോറി കോഴ്സ് പൂർത്തിയാക്കിയാൽ മോണ്ടിസോറി സ്കൂൾസ്, നഴ്സറി സ്കൂൾസ്, കിൻഡർ ഗാർഡൻ സ്കൂൾസ് ഇവിടങ്ങളിൽ ജോലി ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് സഹായിക്കാൻ ഈ വിദ്യാഭ്യാസ രീതി കുട്ടികളുടെ ബുദ്ധി, സ്വാതന്ത്ര്യം, ആത്മവിശ്വാസം, സാമൂഹ്യ കഴിവുകൾ എന്നിവ വികസിപ്പിക്കുന്നു. ക്ഷമയും കരുതലും വളരാനായിട്ട് നമ്മളെ ഇത് കൂടുതലായിട്ട് ഈ കോഴ്സിലൂടെ നമുക്ക് സാധിക്കുന്നു. ഇനി മരിയ മോണ്ടിസോറിയുടെ പ്രശസ്തമായ പുസ്തകങ്ങൾ എന്തൊക്കെ നോക്കാം. മരിയ മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് മരിയ മോണ്ടിസോറി നിരവധി പുസ്തകങ്ങൾ രചിച്ചിട്ടുണ്ട്. അതിൽ
അതാണ് ദി മോണ്ടിസോറി മെത്തേഡ്. ഈ പുസ്തകത്തില് മോണ്ടിസോറി വിദ്യാഭ്യാസ രീതിയുടെ അടിസ്ഥാന ആശയങ്ങൾ വിശദീകരിക്കുന്നു. കുട്ടികളെ സ്വാതന്ത്ര്യത്തോടെ പഠിപ്പിക്കുന്ന രീതിയെക്കുറിച്ച് വിശദമായി പറയുന്ന പുസ്തകമാണ് ദി മോണ്ടിസോറി മെത്തേഡ്. സെക്കൻഡ് വൺ, ദി അബ്സോർബന്റ് മൈൻഡ്. കുട്ടികളുടെ മനസ്സ് എങ്ങനെ പഠന വിവരങ്ങൾ എളുപ്പത്തിൽ ഉൾക്കൊള്ളുന്നു എന്നതിനെ കുറിച്ചാണ് ഈ പുസ്തകം. തേർഡ് വൺ, ദി സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ്. കുട്ടികളുടെ വളർച്ചയും മനഃശാസ്ത്രവും സംബന്ധിച്ച പ്രധാന ആശയങ്ങൾ ഈ പുസ്തകങ്ങൾ പറയുന്നു. ഫോർത്ത് വൺ, ഡോക്ടർ മോണ്ടിസോറീസ് ഓൺ ഹാൻഡ് ബുക്ക്. മോണ്ടിസോറി പഠന സാമഗ്രികൾ എങ്ങനെ ഉപയോഗിക്കണമെന്ന് വിശദീകരിക്കുന്ന ഒരു മാർഗനിർദ്ദേശക പുസ്തകമാണ് ഡോക്ടർ മോണ്ടിസോറീസ് ഓൺ ഹാൻഡ് ബുക്ക്. ഫിഫ്ത് വൺ, എഡ്യൂക്കേഷൻ ഫോർ എ ന്യൂ വേൾഡ്. കുട്ടികളുടെ വിദ്യാഭ്യാസം സമൂഹത്തെ എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ഈ പുസ്തകം വ്യക്തമാക്കുന്നു. മരിയ മോണ്ടിസോറി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിൽ വളരെ മാറ്റം കൊണ്ടുവന്ന വ്യക്തിയാണ്. അവരുടെ വിദ്യാഭ്യാസ രീതി കുട്ടികളുടെ സ്വാതന്ത്ര്യവും സൃഷ്ടിപരമായ കഴിവുകളും വളർത്തുന്നു. ഇന്ന് ലോകമെമ്പാടും മോണ്ടിസോറി വിദ്യാഭ്യാസം ഉപയോഗിക്കപ്പെടുന്നു. കുട്ടികളുടെ സമഗ്ര വളർച്ചയ്ക്ക് ഈ ഫലപ്രദമായ പഠന രീതിയാണിത്. അതുപോലെ തന്നെ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC, PG ഡിപ്ലോമ ഇൻ മോണ്ടിസോറി TTC, ഈ ടീച്ചിങ് കോഴ്സുകളിലൂടെ നമുക്ക് മരിയ മോണ്ടിസോറിയെ കുറിച്ച് കൂടുതൽ അറിയാനും അവരെ മാതൃകയാക്കി ഒരു മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആയി മാറി തീരുവാനും വളരെയധികം സഹായിക്കുന്നു. തന്നെയുമല്ല, അവരുടെ പഠന രീതികളെക്കുറിച്ചും കാഴ്ചപ്പാടുകളെക്കുറിച്ചും പഠിക്കാനും മനസ്സിലാക്കാനും സാധിച്ചത് നമ്മുടെ ഏവരുടെയും വലിയ ഭാഗ്യമായി തന്നെ ഞാൻ കരുതുന്നു. മാത്രമല്ല, മരിയ മോണ്ടിസോറിയെ കുറിച്ച് ഒരു സെമിനാർ എടുക്കാൻ ഒരു അവസരം ലഭിച്ചത് എനിക്ക് ഏറ്റവും ജീവിതത്തിൽ കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് ഞാൻ കരുതുന്നു. നമുക്ക് ഏവർക്കും അവരുടെ ജീവിതം ഒരു മാതൃകയാക്കാം. നന്ദി, നമസ്കാരം. നന്നായിരുന്നു. ലിൻസി. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. ഇന്ന് ഞാൻ ഇവിടെ സംസാരിക്കാൻ പോകുന്നത് ഡോക്ടർ മരിയ മോണ്ടിസോറിയെ പറ്റിയാണ്. വിദ്യാഭ്യാസ ശാസ്ത്രജ്ഞയായ മരിയ മോണ്ടിസോറിയെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. മരിയ മോണ്ടിസോറി 1970 ഇറ്റലിയിൽ ജനിച്ചു. അവൾ ഒരു ഡോക്ടർ ആയിരുന്നു. കുട്ടികളുടെ സ്വഭാവവും പഠനരീതിയും അവൾ ആഴത്തിൽ നിരീക്ഷിച്ചു. കുട്ടികൾ സ്വയം നിരീക്ഷിച്ചു പഠിക്കുമ്പോൾ അവർ കൂടുതൽ വളർച്ച കൈവരിക്കുമെന്ന് അവൾ കണ്ടെത്തി. 1907 അവൾ കാസ ഡി ബാബിനി എന്ന സ്കൂൾ ആരംഭിച്ചു. മരിയ മോണ്ടിസോറി ആരംഭിച്ച ഈ സ്കൂളിന് മറ്റു സ്കൂളുകളിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള പഠനമാണ്. കുട്ടി കേന്ദ്രമായ വിദ്യാഭ്യാസം. ഇവിടെ അധ്യാപകർ കേന്ദ്രമല്ല, കുട്ടിയാണ് പഠനത്തിന്റെ കേന്ദ്രം. കുട്ടികൾ സ്വയം പഠിക്കാൻ ഇവിടെ അവസരം നൽകുന്നു. കുട്ടികൾക്ക് പ്രത്യേകമായ മോണ്ടിസോറി ഉപകരണങ്ങൾ നൽകി അവർക്ക് തങ്ങളെ തന്നെ പഠിക്കുവാൻ അവസരം ഈ സ്കൂളിൽ നൽകുന്നുണ്ട്. സ്വാതന്ത്ര്യം. കുട്ടികൾ ക്ലാസ്സിൽ സ്വാതന്ത്ര്യമായി പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു. എന്നാൽ അതിനൊരു ക്രമവും നിയന്ത്രണവും ഉണ്ടാകും. പ്രായമിശ്രിത ക്ലാസ്. വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾ ഒരേ ക്ലാസ്സിൽ പഠിക്കും. വലിയ കുട്ടികൾ ചെറിയ കുട്ടികളെ സഹായിക്കുന്ന രീതിയാണ് ഇവിടെ. ജീവിതകരമായ പ്രവർത്തനങ്ങൾ. വെള്ളം ഒഴിക്കുക, വസ്തുക്കൾ ക്രമപ്പെടുത്തുക, വസ്ത്രം ധരിക്കുക, അവരവരുടെ വസ്ത്രങ്ങൾ തന്നെ ധരിക്കുവാൻ അവരെ മെച്ചപ്പെടുത്തുക തുടങ്ങിയ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യം ഇവിടെ പഠിപ്പിക്കുന്നു. പരിസ്ഥിതി തയ്യാറാക്കൽ. കുട്ടികൾക്ക് എളുപ്പമായി ഉപയോഗിക്കാൻ പറ്റുന്ന വിധത്തിൽ ക്ലാസ് റൂം തയ്യാറാക്കുന്നു. യു ഷേപ്പിൽ ഇരുത്തുന്നു കുട്ടികളെ. പിന്നെ ഗ്രൗണ്ട് സീറ്റിംഗ്, ഇങ്ങനെയൊക്കെ ഈ സ്കൂളിൽ ഇരുത്തുന്നത് കുട്ടികളെ. കുട്ടികൾക്ക് എളുപ്പമായി ആക്ടിവിറ്റികൾ ചെയ്യുവാനും എല്ലാം ഈ ഷേപ്പ് സഹായിക്കുന്നു. കുട്ടിയുടെ സ്വഭാവ വളർച്ച, സ്വയം നിയന്ത്രണം, ഉത്തരവാദിത്തം, ശ്രദ്ധ എന്നിവ വളരാൻ സഹായിക്കുന്നു. കുട്ടികൾ സ്വതന്ത്രമായി സന്തോഷത്തോടെ സ്വയം പഠിക്കുന്ന രീതിയിലുള്ള ഒരു പുതിയ വിദ്യാഭ്യാസ മാതൃകയാണ് കാസ ഡി ബാബിനി എന്ന സ്കൂളിലൂടെ മരിയ മോണ്ടിസോറി കൊണ്ടുവന്നത്. അവളുടെ പ്രധാന ആശയങ്ങൾ മെന്റൽ കോൺസെൻട്രേഷൻ, ലവ് ഓഫ് റിപ്പീറ്റേഷൻ, ലവ് ഓഫ് ഓർഡർ, ഫ്രീഡം ഓഫ് ചോയ്സ്, ലവ് ഓഫ് വർക്ക്, നോ നീഡ് ഫോർ റിവാർഡ് ഓർ പണിഷ്മെന്റ്. കുട്ടികളെ വളർത്താൻ സമ്മാനവും ശിക്ഷണവും ആവശ്യമില്ലെന്നാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി കണ്ടെത്തിയത്. അവളുടെ അഭിപ്രായത്തിൽ അധ്യാപകർ ഒരു ഗൈഡ് മാത്രമാണ്, കുട്ടികളെ നിയന്ത്രിക്കാനുള്ള ഒരാളായിട്ട് കണ്ടിട്ടില്ല എന്നാണ് മരിയ മോണ്ടിസോറിയുടെ അഭിപ്രായം. 1952 അവൾ അന്തരിച്ചു. പക്ഷെ അവളുടെ വിദ്യാഭ്യാസ രീതി ഇന്നും ലോകമെമ്പാടും പിന്തുടരുന്നു.
I concluding my seminar. Dr. Maria Montessori life from birth to death show her dedication to children and education. Her methods are still used in many schools. She provides that children learn best in an environment of love, freedom and respect. ഇതൊക്കെയാണ് മരിയ മോണ്ടിസോറി വിദ്യാഭ്യാസ രംഗത്ത് കൊണ്ടുവന്ന മാറ്റങ്ങൾ. താങ്ക് യു. താങ്ക് യു ടീച്ചർ. ഇങ്ങനെ ഒരു അവസരം ഞാൻ ആദ്യമായിട്ടാണ് ഒരു സെമിനാർ ഇങ്ങനെ ക്യാമറ ഓൺ ആക്കി എടുക്കുന്നത്. അതിന്റെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. താങ്ക് യു മിസ്. ഗുഡ് ആഫ്റ്റർനൂൺ മൈ ഫ്രണ്ട്സ് ആൻഡ് മൈ ടീച്ചർ. ഇന്ന് നമുക്ക് വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച മറിയ മോണ്ടിസോറിയെ കുറിച്ച് കൂടുതൽ അറിയാം. മറിയ മോണ്ടിസോറി ലോക പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകയും ബാലവിദ്യാഭ്യാസ രംഗത്തിലെ മഹത്തായ പരിഷ്കർത്താവുമാണ്. കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല മിസ്സേ. സ്റ്റക്കായിരിക്കുക. ഐശ്വര്യ, 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 റേഞ്ച് പ്രശ്നമാണെന്ന് തോന്നുന്നു മിസ്. ഒന്ന് വെയിറ്റ് ചെയ്യാം. മെസ്സേജ് ചെയ്ത് നോക്കുവോ ആളെ? ഓക്കെ, ആള് ജോയിൻ ആവുന്നില്ല. സോ വേറെ ആരില്ലല്ലോ സെമിനാർ എടുക്കാനായിട്ട്? ജസീന എന്ന് പറയുന്ന കുട്ടിയാണ്, ആളില്ല, ആബ്സെന്റ് ആണ്. അപ്പം ഏകദേശം 3 പേര് സെമിനാർ എടുത്തപ്പോ ഏകദേശം ഒരു ധാരണ കിട്ടിയ മരിയ മോണ്ടിസോറി ആരായിരുന്നു, എന്തായിരുന്നു. നമ്മളിപ്പോ ഈ ചാപ്റ്ററിൽ നോക്കിയ കാര്യങ്ങൾ തന്നെയാണ്, എന്നാലും കുറച്ചുകൂടി ഒരു ബേസ് കിട്ടിയോ? ഓക്കെ, ഇനി നമ്മള് മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ്, മോണ്ടിസോറി വർക്ക് ആഫ്റ്റർ വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക്കിലേക്കാണ് പോകാനായിട്ട് പോകുന്നത്. ഇതിൽ കുറച്ച് എന്താ പറയാ, കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇയേഴ്സും കാര്യങ്ങളും വരുന്നുണ്ട്. അത് മാത്രം ഞാൻ മാർക്ക് ചെയ്ത് തരും, പഠിക്കേണ്ട കാര്യങ്ങൾ മാത്രം മാർക്ക് ചെയ്ത് തരും. എക്സ്ട്രാ ആയിട്ടൊന്നും അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഒത്തിരി വർഷങ്ങൾ വരുമ്പോ പഠിക്കാൻ കുറച്ച് കൺഫ്യൂഷൻ ആയിരിക്കും. ഓക്കെ, ഐശ്വര്യ, ഐശ്വര്യ കേൾക്കാൻ പറ്റുന്നുണ്ടാടാ? റെസ്പോൺസ് ഇല്ല മിസ്. ഐശ്വര്യയുടെ കേൾക്കുന്നില്ല. ഐശ്വര്യ പറഞ്ഞോടാ. കേൾക്കുന്നുണ്ടോ? ആ, ഇപ്പൊ കേൾക്കാടാ. ക്യാമറ ഓഫ് ചെയ്തിട്ട് സെമിനാർ എടുത്തോട്ടോ. റേഞ്ച് ഇഷ്യൂ ആയിരിക്കുവേ. സോറി, ക്യാമറ ഓഫ് ചെയ്തിട്ട് അങ്ങെടുത്തോ. ഓക്കെ, പ്രസന്റ് ചെയ്തോടാ. ഓക്കെ. മറിയ മോണ്ടിസോറി ലോക പ്രശസ്ത വിദ്യാഭ്യാസ ചിന്തകയും ബാലവിദ്യാഭ്യാസ രംഗത്തിലെ മഹത്തായ പരിഷ്കർത്താവുമാണ്. കുട്ടികളുടെ സ്വാഭാവിക വളർച്ചയും സ്വയം പഠനശേഷിയും വളർത്തുന്ന മോണ്ടിസോറി രീതിയിലുള്ള വിദ്യാഭ്യാസം അവർ വികസിപ്പിച്ചു. 1870 ഓഗസ്റ്റ് 30
ഇറ്റലിയിലെ ചിയാരവാലെ എന്ന സ്ഥലത്ത് ജനിച്ചു. അവരുടെ പിതാവിന്റെ പേര് അലക്സാൻഡ്രോ മോണ്ടിസോറി, മാതാവിന്റെ പേര് റെനിന്റെ സ്റ്റൊപ്പാനി. ആ കാലഘട്ടത്തിലെ സാമൂഹിക നിയന്ത്രണങ്ങളെ മറികടന്ന് ഉന്നത വിദ്യാഭ്യാസം നേടിയ അവർ ഇറ്റലിയിലെ ആദ്യത്തെ വനിതാ ഡോക്ടർമാരിൽ ഒരാളായി മാറി. 1896 റോം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവർ വൈദ്യശാസ്ത്രത്തിൽ ബിരുദം നേടി. മാനസിക വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെ ചികിത്സിക്കുന്നതിനിടയിലാണ് കുട്ടികളുടെ പഠന രീതികളെ കുറിച്ച് അവർ പഠിക്കാൻ തുടങ്ങിയത്. 1907 റോമിലെ സാൻ ലോറൻസോ എന്ന ചേരി പ്രദേശത്ത് കാസാരി ബാബിനി എന്ന പേരിൽ ആദ്യത്തെ സ്കൂൾ അവർ ആരംഭിച്ചു. അവിടെ അവർ വികസിപ്പിച്ചെടുത്ത പുതിയ പഠന രീതികൾ അത്ഭുതകരമായ ഫലങ്ങൾ നൽകി. കുട്ടികൾക്ക് സ്വതന്ത്രമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും അവസരം നൽകുന്ന രീതിയാണിത്. അധ്യാപകരെക്കാൾ കുട്ടികൾക്കാണ് ഇവിടെ പ്രാധാന്യം. കളികളിലൂടെയും പ്രായോഗികമായ പ്രവർത്തനങ്ങളിലൂടെയും കുട്ടികൾ കാര്യങ്ങൾ സ്വയം പഠിക്കുന്നു. സ്പർശിച്ചും കണ്ടും കാര്യങ്ങൾ മനസ്സിലാക്കാൻ സഹായിക്കുന്ന പ്രത്യേക ഉപകരണങ്ങൾ അവർ വികസിപ്പിച്ചു. ഒരേ ക്ലാസ്സിൽ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികൾ ഒരുമിച്ച് പഠിക്കുന്നു തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന പ്രത്യേകതകൾ. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് മറിയ മോണ്ടിസോറി ഇന്ത്യയിൽ എത്തിയിരുന്നു. ഏകദേശം 10 വർഷത്തോളം അവർ ഇന്ത്യയിൽ ചിലവഴിക്കുകയും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മോണ്ടിസോറി ട്രെയിനിങ് സെന്ററുകൾ ആരംഭിക്കാൻ മുൻകൈയെടുക്കുകയും ചെയ്തു. ഗാന്ധിജി ഉൾപ്പെടെയുള്ള പ്രമുഖരുമായി അവർക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നു. കുട്ടികളെ പഠിപ്പിക്കുകയല്ല, മറിച്ച് അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായ അന്തരീക്ഷം ഒരുക്കുകയാണ് വേണ്ടത് എന്നാണ് മറിയ മോണ്ടിസോറി ഈ ലോകത്തോട് പറഞ്ഞത്. വിദ്യാഭ്യാസത്തിലൂടെ ലോക സമാധാനം സ്ഥാപിക്കാൻ ശ്രമിച്ചതിന് 3 തവണ അവരെ നോബൽ സമാധാന പുരസ്കാരത്തിനായി നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് വലിയ വിപ്ലവം സൃഷ്ടിച്ച വ്യക്തിയാണ് മറിയ മോണ്ടിസോറി. ഇന്ന് ലോകമെമ്പാടും ആയിരക്കണക്കിന് മോണ്ടിസോറി സ്കൂളുകൾ അവരുടെ ആശയങ്ങളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്നു. 1952 മെയ് 6 81 വയസ്സുള്ളപ്പോൾ നെതർലാൻഡിലെ ന്യൂർദവിജിക് ആൻസീരിയിൽ വെച്ച് സെറിബ്രൽ രക്തസ്രാവം മൂലം മോണ്ടിസോറി ഈ ലോകത്തോട് വിട പറഞ്ഞു. താങ്ക് യു മിസ്. നന്നായിരുന്നു. നമ്മൾ ഇനി നോക്കാൻ പോകുന്ന Thank you, miss. പോർഷൻ സ്റ്റോറി ആഫ്റ്റർ ദ വേർഡ്സ് എന്ന് പറയുന്നതാണ്. മോണ്ടിസോറി ഒപ്പീനിയൻ ദാറ്റ് എഡ്യൂക്കേഷൻ ഈസ് നോട്ട് സംതിങ് വിച്ച് ദ ടീച്ചേഴ്സ് ഡസ്. നമ്മൾ ചെയ്യുന്ന ആ ഒരു ജോബ് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു കാര്യം ചെയ്യുക എന്നതല്ല എഡ്യൂക്കേഷൻ. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ നമ്മൾ അവരെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പാസ് ചെയ്യുക എന്ന് മാത്രമല്ല എഡ്യൂക്കേഷൻ പറയുന്നത്. ബട്ട് ദാറ്റ് ഇറ്റ് ഇസ് എ നാച്ചുറൽ പ്രോസസ്. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. കുട്ടികൾ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നാച്ചുറൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇന്ന് സെമിനാർ എടുത്തത് ഇപ്പോ ബിൻസി പറഞ്ഞു, ഞാൻ ആദ്യമായിട്ടാണ് ബിൻസി ക്യാമറ ഓൺ ചെയ്ത് സെമിനാർ എടുക്കുന്നതെന്ന്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി കാണും എഡ്യൂക്കേഷന്റെ ഇമ്പോർട്ടൻസ്. അല്ലെങ്കിൽ നമ്മൾ ഈ ഒരു എഡ്യൂക്കേഷൻ കാരണം നിങ്ങൾ ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങി, അല്ലെ? ഇൻഡിപെൻഡന്റ് ആയിട്ടൊരു ടോപ്പിക് എടുക്കാൻ തുടങ്ങി, നല്ല കോൺഫിഡൻസ് വന്നു. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. അപ്പോ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രം പഠിച്ച് എക്സാം പോയിന്റ് ഓഫ് വ്യൂല് എക്സാം എഴുതുക, മാർക്ക് സ്കോർ ചെയ്യുക എന്നതല്ല. അതൊരു നാച്ചുറൽ പ്രോസസ് ആണ്. നിങ്ങൾ സ്വയം ലേൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഇനിയാണ് നമ്മൾ എന്ത് പറയുന്നത്, എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് നോട്ട് അക്വയർഡ് ബൈ ലിസ്ണിംഗ് ടു ദ വേർഡ്സ്. ആ ഒരാൾ പറയുന്നത് എല്ലാ കാര്യങ്ങളും ശ്രദ്ധയോടെ കേൾക്കുക എന്ന് മാത്രമല്ലാട്ടോ എഡ്യൂക്കേഷൻ പറയുന്നത്. നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിക്കണം, നമ്മൾ സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ടീച്ചേഴ്സിനോട് ചോദിക്കണം, അത് ക്ലിയർ ചെയ്യണം. ബൈ എക്സ്പീരിയൻസിലൂടെ കുട്ടികൾ ഓരോ ചെറിയ കാര്യങ്ങളും അവർ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെയാണ് ലേൺ ചെയ്യുന്നത്. ബട്ട് ബൈ വെർച്യൂ ഓഫ് ദ എക്സ്പീരിയൻസ് ഇൻ വിച്ച് ദ ചൈൽഡ് ആക്ട് ഓൺ ഇറ്റ്സ് എൻവയോൺമെന്റ്. അവന്റെ ചുറ്റുപാടും അവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നതിലൂടെ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യുന്നതിലൂടെ ഓട്ടോ എഡ്യൂക്കേഷനിലൂടെയാണ് കുട്ടി ഓരോ കാര്യങ്ങളും മനസ്സിലാക്കുന്നത്. The teacher's task is not to talk. ടീച്ചറുടെ ടാസ്ക് എന്ന് പറയാ സംസാരിക്കുക എന്ന് മാത്രമല്ല, but to prepare and arrange a series of motives for cultural activity in a special environment made for the child. കുട്ടികൾക്ക് വേണ്ടി മെയ്ഡ് ചെയ്തിട്ടുള്ള നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ അവരെ എക്സ്പ്ലോർ ചെയ്യുക, ഓരോ കാര്യങ്ങൾ, ഓരോ ടാസ്കുകൾ കാര്യങ്ങളൊക്കെ കൊടുക്കുക, അവർ അതിൽ നിന്ന്
എക്സ്പീരിയൻസ് ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നതാണ് കുട്ടികളുടെ എയിം എന്ന് പറയുന്നത്. ഇപ്പൊ ജസ്റ്റ് നമ്മൾ പറയും ഒരു മെറ്റീരിയൽ എടുക്കുകയാണ്, എക്സാമ്പിൾ പിങ്ക് ടവർ എന്ന് പറയുന്ന മെറ്റീരിയൽസ് എടുക്കുകയാണെങ്കിൽ ആ ഒരു മെറ്റീരിയൽസിലൂടെ കുട്ടികൾ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട്. നമ്മൾ ജസ്റ്റ് വിചാരിക്കും ക്യൂബ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു മെറ്റീരിയൽ അല്ലേ. മോണ്ടിസോറി പഠിക്കാത്തൊരു വ്യക്തിനെ കുറിച്ച് അല്ലെങ്കിൽ ട്രെയിനിങ് കിട്ടാത്തൊരു വ്യക്തിനെ കുറിച്ച് ജസ്റ്റ് ഒരു മെറ്റീരിയൽ കളിക്കുന്ന അല്ലെങ്കിൽ പ്ലേ ടൈം അങ്ങനെ ഒരു മെറ്റീരിയൽ ആണ് എന്നവർ തെറ്റിദ്ധരിക്കും. പക്ഷേ നമുക്കറിയാം ആ ഒരു മെറ്റീരിയലിലൂടെ കുട്ടികൾ എന്തെല്ലാം കാര്യങ്ങൾ ലേൺ ചെയ്യുന്നുണ്ട് എന്ന് അറിയാൻ പറ്റും. എന്തെല്ലാം കാര്യങ്ങളാണ്? കൗണ്ടിങ് സ്കിൽ, കളർ സെൻസ്, കൺസ്ട്രക്റ്റീവ് സ്കില്ല്, അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് ഓർഡർ, ഷേപ്സ്, ക്യൂബ് ഷേപ്പ് ആണ്, ഒരുപാട് വെയിറ്റ്, ബിഗ് സ്മോൾ കൺസെപ്റ്റ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ ഒരു മെറ്റീരിയലിലൂടെ ലേൺ ചെയ്യുന്നുണ്ട്. അത് ആ കുട്ടി വർക്ക് ചെയ്യുന്നതിലൂടെ അവൻ സ്വയം ലേൺ ചെയ്യുന്നതാണ്. അവനത് എക്സ്പീരിയൻസ് ചെയ്ത് അവനത് ലേൺ ചെയ്യാണ്. ഓക്കെ, അപ്പോ കാസാദി ബാബിനിയുടെ പ്രത്യേകത എന്തായിരുന്നു എന്നറിയാമോ? കാസാദി ബാബിനിലേക്ക് വരുന്ന കുട്ടികൾ എവിടെ നിന്നുള്ള കുട്ടികളായിരുന്നു? സ്ലംസ് ഏരിയയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു കാസാദി ബാബിനിലേക്ക് വന്നിരുന്നത്. 1 മിനിറ്റ് കേട്ടോ. ഓക്കെ, അപ്പോ നമ്മൾ പറഞ്ഞത് എന്താണ്? കാസാദി ബാബിനിലേക്കുള്ള കുട്ടികൾ എന്ന് പറയുന്നത് സ്ലംസ് ഏരിയയിൽ നിന്നുള്ള കുട്ടികളായിരുന്നു. പക്ഷെ സ്ട്രീറ്റിലൊക്കെ ഉള്ള കുട്ടികളാണ്. അപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കും അവരുടെ ആ ഒരു എനർജി ലെവലും അല്ലെങ്കിൽ അവിടുത്തെ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഈ കുട്ടികളിലാണ്, ഈ ഒരു ഏരിയയിൽ നിന്ന് വന്ന കുട്ടികളിൽ എന്താണ് അവരുടെ വീട്ടിൽ കിട്ടാത്ത ഒരു എൻവിയോൺമെന്റ്, അതാണ് മോണ്ടിസോറി കാസാദി ബാബിനിൽ ഒരുക്കിയത്. അവർക്ക് വേണ്ടി, അവർക്ക് ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാൻ വേണ്ടിയിട്ട്, ഓട്ടോ എഡ്യൂക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു എൻവിയോൺമെന്റ് ആണ് ആര് അവിടെ ക്രിയേറ്റ് ചെയ്തത്? മോണ്ടിസോറി കാസാദി ബാബിനിൽ ക്രിയേറ്റ് ചെയ്തത്. ഓരോ കാര്യങ്ങൾ ലേൺ ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫ്രീഡം ആര് കൊടുത്തു? മോണ്ടിസോറി കുട്ടികൾക്ക് കൊടുത്തു. Montessori had a great respect for the environment. At Casabi Babini, the prepared environment give the children what their home lacked. കുട്ടികൾക്ക് എന്താണോ വീട്ടിൽ കിട്ടാനത്, അവർക്ക് എന്താണോ നിഷേധിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അവർക്കൊരു എൻവിയോൺമെന്റ് ഉണ്ടായിരുന്നില്ല, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായാലും അതിനുള്ളൊരു എൻവിയോൺമെന്റ് ഇല്ല, അതേപോലെ തന്നെ ഫ്രീഡവും ഇല്ല. അപ്പൊ ആ ഒരു കാര്യമാണ് മോണ്ടിസോറി കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്തത്. മോണ്ടിസോറി ഹാഡ് ഗ്രേറ്റ് റെസ്പെക്ട് ഫോർ ദെയർ പ്യൂപ്പിൾസ്. അപ്പൊ മോണ്ടിസോറിയുടെ കുട്ടികളോട് മോണ്ടിസോറിക്ക് വളരെ റെസ്പെക്ട് ഉണ്ടായിരുന്നു. ആൻഡ് വാസ് കണ്ടിന്യൂസ്ലി ലേണിംഗ് ഫ്രം ദം. അപ്പൊ എന്താണ് മോണ്ടിസോറി ഓരോ കാര്യങ്ങൾ കുട്ടികളിൽ നിന്നാണ് ലേൺ ചെയ്തത്. നമ്മുടെ ഡിസ്കവറീസ് കണ്ടില്ലേ, കുട്ടികളുടെ ലൈഫിൽ ഉണ്ടായ എക്സ്പീരിയൻസും മോണ്ടിസോറി അത് മനസ്സിലാക്കിയ രീതിയിൽ നിന്നൊക്കെയാണ് മോണ്ടിസോറി ഈ ഡിസ്കവറീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഈ ഡിസ്കവറീസ് ആണ് പിന്നീട് നമ്മുടെ മോണ്ടിസോറിയുടെ പ്രിൻസിപ്പിൾസ് ആയിട്ട് മാറിയിരിക്കുന്നത്. അപ്പോ ഓരോ കാര്യങ്ങളും ലേൺ ചെയ്യാൻ ഒരു മടി ഉണ്ടായിരുന്നില്ല. പക്ഷെ they were free to explore their new environment. അപ്പോൾ നമ്മൾ കാസറ്റ് കണ്ടിലെ കുട്ടികൾക്ക് അവരുടെ എൻവിയോൺമെന്റ് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഫുൾ ഫ്രീഡം കൊടുത്തിരുന്നു. ആൻഡ് ടു പിക്ക് ആൻഡ് ചൂസ് ദോസ് തിങ്സ് വിച്ച് ദേ വാണ്ട് ടു വർക്ക് വിത്ത് ദസ് ഫോസ്റ്ററിംഗ് ഇൻഡിപെൻഡൻസ്. കുട്ടികൾക്ക് ഏതൊരു മെറ്റീരിയൽസ് എടുക്കാനും അത് ചൂസ് ചെയ്യാനും വർക്ക് ചെയ്യാനുള്ള ഫ്രീഡം ആര് കൊടുത്തിരുന്നു? മോണ്ടിസോറി കൊടുത്തിരുന്നു. അവർക്ക് അതിന്റെ ഫുൾ ഫ്രീഡം ഉണ്ടായിരുന്നു. ഷീ മെയ്ഡ് മെനി ഓഫ് ഹർ ഓൺ മെറ്റീരിയൽസ്. മോണ്ടിസോറിയുടേതായ ഓൺ മെറ്റീരിയൽസ് ആണ് മെയ്ഡ് ചെയ്തത്. ആൻഡ് വാസ് കണ്ടിന്യൂസ്ലി എക്സ്പെരിമെന്റിംഗ്, മോഡിഫൈങ്, അഡോപ്റ്റിംഗ് തിങ്സ് ആസ് ദ നീഡ് അക്രോസ്. നിങ്ങൾ ഇന്ന് കാണുന്ന മോണ്ടിസോറി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. പണ്ട് എന്താ പറയാ, ഒത്തിരി മെറ്റീരിയൽസ് ഒക്കെ ബേസിക് കൺസെപ്റ്റ് സെയിം ആണ്. ഇപ്പൊ പിങ്ക് ടവർ, ബ്രൗൺ സ്റ്റെയർ ഒക്കെ ഓക്കെ, അതെല്ലാം പഴയ മെറ്റീരിയൽ തന്നെയാണ്. ഇപ്പൊ ചില മെറ്റീരിയൽസിന് അപ്ഡേഷൻസ് സംഭവിച്ചിട്ടുണ്ട്. പണ്ടത്തേക്കാൾ കൂടുതൽ കുറച്ചും കൂടി അപ്ഡേഷനും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അത് മോഡിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എക്സ്പെരിമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കുട്ടികളുടെ നീഡ്സും കാര്യങ്ങളനുസരിച്ച് അത് മാറ്റങ്ങൾ വരുന്നുണ്ട്. നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ കൊടുക്കുന്ന ഒരു കാര്യം ഓട്ടോ എഡ്യൂക്കേഷൻ ആണ്. ലേൺ ദംസെൽഫ്. അവർ ഓരോ കാര്യങ്ങളും സ്വയം ലേൺ ചെയ്തിട്ട്, ഒരു ഏജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൂൺ ഫീഡിങ് പറ്റില്ല.
നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അവര് സ്വയം പഠിക്കണം. നമ്മൾ പറയാറുണ്ട് അല്ലെ, ഓരോ കാര്യങ്ങളും സ്വയം ലേൺ ചെയ്യണം. നമ്മള് കുട്ടികളോടായാലും പറയാം. അപ്പൊ അവര് കാര്യങ്ങളൊക്കെ സ്വയം പഠിക്കാനുള്ള ഒരു ഏരിയ അല്ലെങ്കിൽ എൻവയോൺമെന്റ് ആണ് മോണ്ടിസോറി പ്രൊവൈഡ് ചെയ്തത്. നോക്കാം. The work at San Lorenzo with the slum kids made the method of Montessori famous among the parents and leads to establish first training course in 1909. അപ്പോ സാൻ ലോറൻസോയില് സ്ലംസ് കുട്ടികളില് മോണ്ടിസോറി ഒരു മെത്തേഡ് അപ്ലൈ ചെയ്തപ്പോ ആ കുട്ടികളിൽ ഒരുപാട് മാറ്റങ്ങൾ കണ്ടു. സോ ഈ ഒരു മെത്തേഡ് പാരന്റ്സിന്റെ ഇടയിൽ കുറച്ച് ഫേമസ് ആയി. അതിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ട്രെയിനിങ് കോഴ്സ് 1909 മോണ്ടിസോറി എസ്റ്റാബ്ലിഷ് ചെയ്തു. Seeing the people's interest in her philosophy and her education gathered moment, she decided to set aside the rest of her life to spread the word of the Montessori method through lectures and teaching training courses around the world. അപ്പൊ മോണ്ടിസോറിക്ക് ഒരു കാര്യം മനസ്സിലായി. മോണ്ടിസോറിയുടെ ഈ ഒരു മെത്തേഡിലേക്ക് ഒരുപാട് വ്യക്തികളുടെ ഇൻട്രസ്റ്റും അതേപോലെ മോണ്ടിസോറി ഫിലോസഫിയിലേക്ക് ഒരുപാട് പേര് അട്രാക്റ്റഡ് ആവുന്നത് മോണ്ടിസോറി മനസ്സിലാക്കി. അതിന്റെ ഭാഗമായി മോണ്ടിസോറിയുടെ ബാക്കിയുള്ള റെസ്റ്റ് ഓഫ് ലൈഫ് എന്തിനു വേണ്ടിയിട്ട് മാറ്റിവെച്ചു? ഈ ഒരു മെത്തേഡ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മോണ്ടിസോറി മാറ്റിവെച്ചു. അതിന്റെ ഭാഗമായി ഒരുപാട് ലെക്ചേഴ്സും ടീച്ചിങ് ട്രെയിനിങ് കോഴ്സും വേൾഡ് അറൗണ്ട് സ്റ്റാർട്ട് ചെയ്തു. അത് കാരണമാണ് നമ്മൾ ഈ ഒരു മെത്തേഡിനെ കുറിച്ച് ഈ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ ഞാനും നിങ്ങളും ഇങ്ങനെ ചർച്ച ചെയ്യുന്നത്. അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഇത് മോണ്ടിസോറി മെത്തേഡ് എന്ന് പറയുന്നത്. അത് കുട്ടികളുടെ ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. പറഞ്ഞോടാ. നമ്മുടെ ഇവിടെ മൈ എൻട്രി എന്നൊക്കെ പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അവിടെ എല്ലാം മോണ്ടിസോറി ക്ലാസ് ഉണ്ട്. അപ്പൊ അവരെല്ലാം ഈ സെയിം മെത്തേഡാണോ ഉപയോഗിക്കുന്നത്? മോണ്ടിസോറി മരിയ മോണ്ടിസോറി മെത്തേഡ് തന്നെയാണോ? അതന്നെ. മോണ്ടിസോറി മെത്തേഡ് ആ പേര് തന്നെ മരിയ മോണ്ടിസോറിയുടെ അടുത്തുനിന്ന് വന്നിരിക്കുന്നത്. മരിയ മോണ്ടിസോറിന്ന് മോണ്ടിസോറിയുടെ മരണശേഷമാണ് നമ്മുടെ ഈ മെത്തേഡിന് ആ ഒരു പേര് തന്നെ വന്നത്. മോണ്ടിസോറി മെത്തേഡ് എന്നുള്ള ഒരു പേര് വന്നത്. മെത്തേഡാണ് ഫോളോ ചെയ്യുന്നത്. നമുക്കിവിടെ കൊട്ടാരക്കര തന്നെ ഒരുപാട് ഓഫ്ലൈൻ ക്ലാസ്സുകളുള്ള ഇതുണ്ട്, സെന്ററുകളുണ്ട്. ഞാൻ ഇന്നലെ തൊട്ട് വിചാരിക്കുക എവിടെ എല്ലാം ഇത് തന്നെയാണോ, ഈ മെത്തേഡ് തന്നെയാണോ യൂസ് ചെയ്യുന്നൊരു ഡൗട്ട്. ഓക്കെ, സെയിം മെത്തേഡ് ആയിരിക്കും. മോൻ ടീച്ചിങ് പ്രാക്ടീസിന് വരും ഇവിടെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടില്? ഇല്ല മിസ്സേ, എനിക്ക് വരാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഈ ഇടയ്ക്ക് തന്നെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ കണ്ടക്ട് ചെയ്യും. ഓക്കെ മിസ്സേ. അപ്പൊ പ്രാക്ടിക്കൽ സെഷൻ കഴിയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് മെറ്റീരിയൽസും കാര്യങ്ങളും ഹാൻഡിൽ ചെയ്യുന്നത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ ഏകദേശം ഒരു ധാരണ വരും. ദെൻ മോനൊരു ദിവസം മോണ്ടിസോറി സ്കൂളിൽ ഒരു വിസിറ്റും കൂടി കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മളെ മെത്തേഡ് നേരിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും. പ്രാക്ടിക്കൽ ക്ലാസ് കഴിഞ്ഞിട്ട് പോയാൽ മതി. ഇല്ലെങ്കിൽ അവർ ചെല്ലുമ്പോൾ നമ്മളോട് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ പറയും. നമ്മള് അറിയാത്തത് കൊണ്ട് നമ്മൾ ആ ഒരു മെത്തേഡിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. ഞാനിപ്പോ ഫസ്റ്റ് യൂണിറ്റ് അല്ലേ എടുക്കുന്നത്. അപ്പൊ ആ ഒരു മെത്തേഡിലേക്ക് വരുന്നല്ലേ ഉള്ളൂ. എന്താണ് കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്തത് കാണിച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ് അറ്റൻഡ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. ഒന്നല്ലെങ്കിൽ ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ, രണ്ടും പ്രിഫറബിൾ ആണ്. മാക്സിമം 2 ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യാനേ ഞാൻ പറയാറുള്ളൂ കേട്ടോ. കൊട്ടാരക്കര എന്ന് പറയുന്നത് ആലപ്പുഴയാണോ? എന്റെ വീട് കൊട്ടാരക്കര. ആലപ്പുഴയാണോ? തിരുവനന്തപുരമാണ് മിസ്സേ. സോറി. കൊല്ലമാണ് കൊട്ടാരക്കര. തിരുവനന്തപുരം ആണെങ്കിൽ 4 മണിക്കൂറല്ലേ ഉള്ളൂ മിസ് ട്രെയിനിന്. ഇവിടുന്ന് 5 മണിക്കൂറുണ്ട് മിസ്സേ. പക്ഷെ ട്രെയിനിന് വരാൻ പറ്റും ബിൻസി. കോൺവെക്കേഷന് നോക്കട്ടെ വരാം. ഇവിടെ ആരും ഇല്ല, എന്റെ കൂടെ വരാൻ ആരും ഇല്ല. 2 എന്താന്നറിയോ, ഹസ്ബൻഡിന് ഇടയ്ക്കിടയ്ക്ക് പോണം തിരുവനന്തപുരത്ത്, അവിടെയാണ് ഓഫീസേ. പ്രാക്ടിക്കലിന് വരുന്നെങ്കിൽ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി. ഞാൻ കൊല്ലത്തുനിന്നാണ് കയറുന്നത് പ്രാക്ടിക്കലിന്. തിരുവനന്തപുരത്താണല്ലേ, അപ്പൊ ട്രെയിനിന് യാത്ര എളുപ്പമാണ് ബിൻസി. കൊല്ലം വരെ വരാൻ അറിയണ്ടേ? ശരി. ദൈവമേ, കൊല്ലം കൊട്ടാരക്കര എന്തോരം ബസ്സുണ്ട്. പറഞ്ഞൂടെ? എനിക്ക് ഇവിടെ എറണാകുളത്ത് അറിഞ്ഞൂടാ. പിന്നെ ശരിയാണ്, തന്നെ വരെ അറിയത്തില്ലടാ. ഇവിടെ ഹസ്ബൻഡ് ഉള്ളപ്പോ എല്ലായിടവും വണ്ടി പോയി. നമുക്ക് തന്നെ എങ്ങും പോകാൻ അറിയില്ല.
അതുമല്ല ഇപ്പൊ ഹസ്ബൻഡ് പോയി കഴിഞ്ഞപ്പോ ഇപ്പം മക്കളും ഞാനും മാത്രമേ ഉള്ളൂ. അപ്പൊ എങ്ങനെ വരുമെന്നുള്ള കൺഫ്യൂഷനാണ്. എന്തോരം പ്രായമുണ്ട് മക്കൾക്ക്? ഒരാള് +1 ഒരാള് 6ാം ക്ലാസ്സിലും. +1 പഠിക്കുന്ന ആളെ കൊണ്ട് വരാന്നും പറഞ്ഞിരിക്കുവാ. ആ ഇവിടുന്ന് രാവിലെ 4 മണിക്ക് ബസ്സുണ്ട് മിസ്സേ എറണാകുളം. ഓക്കെ. എടാ ഞാൻ വലിയ പിള്ളേരുണ്ടെങ്കിൽ അവരൊക്കെ കൊണ്ടുവരേണ്ടതാണ് അല്ലെ. ഇപ്പൊ കുട്ടികൾക്കൊക്കെ അറിയാം സ്ഥലങ്ങളൊക്കെ. അതന്നെ ഗൂഗിൾ മാപ്പ് ഒക്കെ ഇട്ട് വരാൻ പറ്റുവാടാ. അതെ. ഞാൻ കാര്യം പറയട്ടെ, നിങ്ങൾ കോൺവെക്കേഷന് വരാന്ന് പറയുമ്പോൾ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുക അല്ലെങ്കിൽ ആ സമയത്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനെ കാണാം എന്ന മാത്രം പർപ്പസേ അവിടെ വരുന്നുള്ളൂ, സർട്ടിഫിക്കറ്റ് വാങ്ങിക്കുന്നു. പക്ഷെ നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ പഠിച്ച മെത്തേഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങളിലൂടെ അത് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. സോ മാക്സിമം പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാൻ പറ്റുന്നവർ മാക്സിമം പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരാം. ഓക്കെ, അത് വളരെ ക്ലാസ് ഒരു ദിവസം മോർണിംഗ് ഒരു 9:30 അല്ലെങ്കിൽ 10 o'clock എത്തിക്കഴിഞ്ഞാൽ ഒരു 4 o'clock കഴിയും, കംപ്ലീറ്റ് ആവും. 4 o'clock മുമ്പായിട്ട് കംപ്ലീറ്റ് ആവും. 3:30 3 o'clock ആ ടൈമിന് കംപ്ലീറ്റ് ആവും. എന്നാലും ഞങ്ങൾ ഇനി വരുമ്പോ എന്തായാലും 11-12 മണിയാവും. സൂപ്പർ ഫാസ്റ്റ് ഉണ്ട് മിൽസി, സൂപ്പർ ഫാസ്റ്റ് ഉണ്ട്. വരണോന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്, മിസ്സിനെയൊക്കെ കാണണോന്നും വരണോന്നും ഒക്കെ. എന്നെ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ. പ്രാക്ടിക്കൽ ക്ലാസ്സിന് 2 ടീച്ചേഴ്സ് ആയിരിക്കും, അതിൽ ഞാൻ ഉണ്ടാവില്ല. കൂടുതലും ജിഷാമിസ് ആണല്ലേ മിസ് ഉണ്ടാവുള്ളൂ. ജിഷാമിസ് ലാസ്റ്റ് പ്രാക്ടിക്കൽ ക്ലാസ് 14 പോയിട്ടുണ്ടായിരുന്നു. വരാൻ ഓൺലൈൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യും. ഓൺലൈൻ ക്ലാസ് ഉണ്ട്, പക്ഷെ നിങ്ങൾ ആ ഓൺലൈൻ ക്ലാസ് കാണിച്ചു തരുന്നത് നിങ്ങൾ ആ മെറ്റീരിയൽസ് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫീലിംഗ്സ് വേറെ. നമുക്ക് അതിനെ ഒന്ന് തൊടിയൊക്കെ ചെയ്യാലോ, ആ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ടച്ച് ചെയ്ത് നോക്കിയാലല്ലേ നമുക്ക് മനസ്സിലാവാ. സെൻസ് ചെയ്യുക, നിങ്ങളുടേതായ കൈകളിലൂടെ നമ്മുടെ മെറ്റീരിയൽ പോകുമ്പോൾ ആദ്യം വരാൻ പോകുന്ന ഇംപ്രഷൻ ഞാൻ പറയാം, ഇതെല്ലാം ഒരുമിച്ച് എന്റെ വീട്ടിൽ കൊണ്ടുപോയാൽ നന്നായിരിക്കും. കുഞ്ഞു കുട്ടികളുടെ മനസ്സങ്ങനെയാ. ആദ്യം മെറ്റീരിയൽസ് കാണുമ്പോ ആദ്യം ഫീൽ ചെയ്യുന്ന എനിക്ക് മെറ്റീരിയൽ കൊണ്ടുപോയാൽ കൊള്ളായിരുന്നു. അപ്പൊ ചില കുട്ടികൾ എന്നോട് പേഴ്സണലി പറയും, മിസ് എനിക്ക് മെറ്റീരിയൽ ഒക്കെ കൂടി കണ്ടു കഴിഞ്ഞപ്പോ വീട്ടിൽ കൊണ്ടുപോയാൽ കൊള്ളാന്ന് തോന്നിയതൊക്കെ. ജസ്റ്റ് ആ ഒരു ഫീലിംഗ് നമുക്ക് തോന്നും, നമ്മൾക്കത് ചെയ്യാം. അതെ, അത് നമ്മുടെ മോണ്ടിസോറിലേക്ക് ആദ്യം ഏത് കുട്ടി വന്നാലും അവന്റെ മനസ്സിൽ വരുന്ന ഒരു തോന്നലാണ്. അപ്പൊ മാക്സിമം വരാൻ പറ്റുന്നവര് നോക്കാം. വരാൻ പറ്റാത്തവർക്കായിട്ട് വരാൻ പറ്റുന്നവര് ഇപ്പൊ നിങ്ങൾ ഒരു 4-5 ഏരിയ തിരിച്ചിട്ടായിരിക്കും ആക്ടിവിറ്റീസ് ചെയ്യിക്കുന്നത്. സപ്പോസ് ഞാൻ സെൻസോറിയൽ ഏരിയ ആണ് ആദ്യം നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ആദ്യം ടച്ചിങ് ടാബ്ലറ്റ്സ് ഓരോ വീഡിയോസ് ഗ്രൂപ്പിൽ ഇട്ട് കൊടുക്കുക, ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. അവർക്കും കൂടി അതിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പിന്നെന്താ പറയാ പറഞ്ഞ, നിങ്ങൾ വൈവ അറ്റൻഡ് ചെയ്യുന്നുണ്ടോന്ന്? നമ്മള് ചെയ്ത മെറ്റീരിയൽ അതൊരു ഡൗട്ടാണ്. വൈവയുടെ പ്രാക്ടിക്കലിൽ നിന്ന് ആയിരിക്കും ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അസൈൻമെന്റ് എല്ലാം ചോദിക്കും? അസൈൻമെന്റിനൊക്കെ ക്വസ്റ്റ്യൻ ഉണ്ടാവും. വൈവ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ലേറ്റ് ആവുക ചെയ്യാം. ഇപ്പൊ സാധാരണ വൈവ പ്രാക്ടിക്കൽ ക്ലാസ്സിനൊപ്പം അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല, കാരണം അത്രയും കൂടുതൽ മെറ്റീരിയൽസ് നിങ്ങൾക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പൊ അത് ഓൺലൈനായിട്ട് ചെയ്യാറുണ്ടല്ലേ എല്ലാവർക്കും? പ്രിഫറബിൾ, കാരണം ടൈം സ്ലോട്ട് കിട്ടും. 50 minutes നിങ്ങളുടെ ടൈമാണ്. ആ 50 minutes ആ മിസ് നിങ്ങൾക്ക് വേണ്ടി മാത്രം വൈവയ്ക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യും. ഓൺലൈനായിട്ട് വൈവ ചെയ്യാം. അതിന് മുമ്പായിട്ട് വൈവയ്ക്ക് മുമ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ പ്രസന്റ് ചെയ്യേണ്ടത്, പിന്നെ ടീച്ചേഴ്സിനെ എങ്ങനെ ഇംപ്രസ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുതരാം. ഓക്കെ, എന്നെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യുമെന്ന് പറഞ്ഞുതരാം. അപ്പൊ മിസ്സിനെ എങ്ങനെയായിരിക്കും ചെയ്യേണ്ടത്? ജസ്റ്റ് എനിക്കറിയാലോ, ഞാൻ എന്റെ കുട്ടികളുടെ മെറ്റീരിയൽസും വർക്കൊക്കെ ചെയ്ത് കാണുന്നല്ലേ. അപ്പൊ അതുകൊണ്ട് എനിക്കറിയാം ആരൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്, ആരൊക്കെയാണ് ചെയ്യുന്നതൊക്കെ ഉള്ള ഏകദേശം എനിക്ക് ധാരണയുണ്ട്, ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ്. സോ എനിക്കറിയാം ഏകദേശം ഇപ്പൊ MT50 എന്ന് പറയുമ്പോ. അപ്പോ അന്ന് ഇപ്പൊ ക്യാമറ ഓൺ ചെയ്ത് വേണം നിങ്ങൾ ക്ലാസ്സിൽ വൈവയ്ക്ക് അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓൺലൈൻ വൈവ പ്രിഫർ ഓൺലൈൻ വൈവ ആയിരിക്കും. അപ്പൊ നിങ്ങളുടെ ടൈമിന് നിങ്ങളുടെ എല്ലാ മെറ്റീരിയൽസും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്ത മെറ്റീരിയൽസ് എല്ലാം കൊണ്ടുവന്ന് വൈവ ചെയ്യാൻ പറ്റിയാലോ നമ്മളെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോ. അപ്പൊ എല്ലാം കാണിച്ചു കൊടുക്കാൻ പറ്റും. മിസ് ഇത് ചെയ്തു, ഞാൻ ഇത് ചെയ്തു, അങ്ങനെ ഓരോ കുട്ടികളും പറയുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ആകും. നമ്മള് സെറ്റ് ആക്കി വെക്കണമല്ലേ മിസ്? ഓണാക്കുന്നതിന് മുമ്പ് ഓക്കെ,
എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുട്ടികൾ വൈവേ ചെയ്യുന്നതിന് മുമ്പ് നമ്മളിപ്പോ സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് മുതലാണെങ്കിൽ ഒരു റൂമിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുന്നത്. സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് മുതൽ നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും അറേഞ്ച് ചെയ്ത് വെക്കണം ഫുൾ ആയിട്ട്. അതേപോലെ തന്നെ ചാർട്ടുകളൊക്കെ നമ്മൾ ഈ ഭിത്തിയിലും നമ്മൾ ഈ ബോർഡിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, പേസ്റ്റ് ചെയ്തിട്ട് വെക്കണം. എന്നിട്ട് ടീച്ചർ ചോദിക്കും, ടീച്ചിങ് എയ്ഡും ക്രാഫ്റ്റ് മെറ്റീരിയൽസും കാണിക്കാൻ പറയുമ്പോൾ നമ്മൾ ഫോൺ ഓൺ ചെയ്ത് ബാക്ക് ക്യാമറയിൽ ഈ മെറ്റീരിയൽസ് എല്ലാം കാണിച്ചു കൊടുക്കണം. ഓക്കെ. പിന്നെ റെക്കോർഡുകൾ ഉണ്ടാവും. 5 റെക്കോർഡ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ 5 റെക്കോർഡും ബാക്ക് ക്യാമറ യൂസ് ചെയ്ത് തന്നെ പേജസ് ഷിഫ്റ്റ് ചെയ്ത് പേജസ് ഇങ്ങനെ മറിച്ച് കാണിച്ചു കൊടുക്കണം. 5 റെക്കോർഡും. ഓക്കെ. പിന്നെ അസൈൻമെന്റ് ഉണ്ട്. നിങ്ങൾക്ക് ലാസ്റ്റ് ഒരു 10 അസൈൻമെന്റ് ജിഷ മിസ് തന്നോ? കംപ്ലീറ്റ് ആണോ എല്ലാവരുടെയും? ഓക്കെ. മിസ് 2 കൂടി ഉണ്ട്, ഇന്റേൺഷിപ്പിന് പോയോണ്ട് കംപ്ലീറ്റ് ആയില്ല. ഓക്കെ. ആ 10 അസൈൻമെന്റ് ആണ് നമ്മൾ വൈവയിൽ മാർക്ക് ഇടുന്നത്. ഈ 10 അസൈൻമെന്റ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. സോ അതിന് നല്ല രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. സർവേ കണ്ടക്ട് ചെയ്തു എല്ലാവരും? ഇല്ല മിസ്സേ. സർവേക്ക് മാത്രം ഇറങ്ങാൻ പറ്റൂല മിസ്. ബാക്കി 50 മാർക്ക് സർവേക്കാണ്. സർവേ കണ്ടക്ട് ചെയ്യുക. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഡാറ്റ കളക്ട് ചെയ്യുക. ഫോൺ വിളിച്ചോ ചെന്നോ എങ്ങനെയായാലും നമ്മൾ ഡാറ്റാസ് കളക്ട് ചെയ്യും. നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ, ഫ്രണ്ട്സിനോടൊക്കെ പോയി ചോദിച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്ത് ഡാറ്റ കളക്ട് ചെയ്യുക. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഫ്രണ്ട്സിനെ സെലക്ട് ചെയ്താൽ മതി. 3 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ നമുക്ക് വീടിനടുത്ത് ഇല്ലെങ്കിൽ അങ്ങനെയും ചെയ്യാം. എന്നിട്ട് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യാം, ആ ഡാറ്റാസ് വെച്ച് സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യാം. സർവേ ഡൗട്ട് ചോദിക്കാനിരിക്കുവായിരുന്നു. നമ്മള് വീട്ടിൽ പോയിട്ട് തന്നെ കളക്ട് ചെയ്യണോ, ഫോൺ വിളിച്ചാൽ മതിയോ? ഓരോരുത്തരുടെ അവൈലബിലിറ്റി നോക്കിയിട്ട് വീടിനടുത്ത് കുട്ടികൾ ഉണ്ടെങ്കിൽ അടുത്ത് പോയി കളക്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അവൈലബിൾ അല്ല, ഇപ്പൊ കുറച്ച് ദൂരെയൊക്കെ ആണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് അവരോട് ചോദിച്ച് മനസ്സിലാക്കി ഡാറ്റാസ് കളക്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്നുള്ളൊരു സർവേ അല്ലെങ്കിൽ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാനാണ് ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിങ്ങൾ ആൻസർ പറയണമെന്നൊക്കെ പറഞ്ഞിട്ട് ഡാറ്റാസ് കളക്ട് ചെയ്യാം. അത് വെച്ചിട്ട് റിപ്പോർട്ട്, സർവേ റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ദെൻ ആ സർവേന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. നല്ല രീതിയിൽ അതിന് റെസ്പോണ്ട് ചെയ്യണം. ഓക്കെ. ദെൻ പിന്നെ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുള്ള കുട്ടികളാണെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിന് പോയിട്ടുണ്ടോന്നും ആ സമയത്ത് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ കുറിച്ചും ഷെയർ ചെയ്യാൻ പറയും. ആ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. എങ്ങനെയാണ്, ഇംഗ്ലീഷിലാണോ മലയാളത്തിലാണോ ആൻസർ പറയണ്ടേ? നമ്മൾ എങ്ങനെയാണോ നമ്മൾ ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് സാധാരണ ഓൺ വേർഡ്സ്, നിങ്ങൾക്ക് ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് ആ ലാംഗ്വേജിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. എന്താണ്? ഒരു ദിവസം തന്നെ ആയിരിക്കും എല്ലാവർക്കും വൈവേ? ഇല്ലാടാ, ആൽഫബറ്റ്സ് ഓർഡറിലായിരിക്കുള്ളൂ. ഓക്കെ. ഓക്കെ. ഈ മെറ്റീരിയലിന്റെ ഡീറ്റെയിൽസ് ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോ കിട്ടിയ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്മാർട്ട് സ്ട്രീം നമുക്ക് 2 ഇത് ഇഷ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒന്ന് നമ്മളുടെ മാർക്ക് ഇടുന്നതും പിന്നെ ഒന്ന് അറ്റൻഡൻസിന്റെ. അത് രണ്ടും ആയിരിക്കില്ലേ നമ്മൾ പ്രസന്റ് ചെയ്യുന്നത്? കാണിച്ചാൽ മതിയേടാ. ഓക്കെ. ഇനിയിപ്പോ ടീച്ചിങ് പ്രാക്ടീസിന് പോവാത്ത കുട്ടികളാണെങ്കിൽ അവരെന്ത് ചെയ്യണം, ഒരു ആക്ഷൻ സോങ്ങും ഒരു ആക്ഷൻ സ്റ്റോറിയും പഠിച്ചു വെക്കണം. നല്ലൊരു ആക്ഷൻ സോങ്ങും നല്ലൊരു ആക്ഷൻ സ്റ്റോറിയും പഠിച്ചു വെച്ചിട്ട് ആ ടീച്ചർക്ക് അത് അവതരിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾ എല്ലാവരും എന്റെ കുട്ടികളാണ് എന്ന് വിചാരിക്കുക. അപ്പൊ ഞാൻ ഒരു ക്ലാസ്സിലേക്ക് ചെല്ലാണ്, അവരെ വെൽക്കം ചെയ്യാണ്, നമുക്കൊരു കഥ കേട്ടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇംഗ്ലീഷിലാണെങ്കിൽ പ്രിഫറബിൾ, ആക്ഷൻ സ്റ്റോറി സോങ്ങും ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി പ്രിഫറബിൾ ആയിരിക്കും. ഓക്കെ. ഇന്റേൺഷിപ്പിന് പോവാത്തവര് മാത്രമല്ലേ മിസ്, പോയവർക്ക് വേണ്ട? നിർബന്ധമില്ല. ഓക്കെ. ഇതേപോലെ ഇമേജ് കാണിക്കും. ഓക്കെ. ഇതേപോലെ ഒരു ഇമേജ് കാണിക്കും. ഈ ഒരു മെറ്റീരിയൽ ഏതാണെന്ന് ചോദിക്കും. കണ്ടിട്ടുണ്ടോ? ഇത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടോ നിങ്ങൾക്ക് ഈ ഇടയ്ക്ക്? ഈ ക്ലാസ് ഈ യൂണിറ്റ് എടുത്തു തുടങ്ങിയ സമയത്ത് തന്നിട്ടുണ്ട് മിസ്സേ, പക്ഷെ അറിയില്ല മിസ്. കാണിച്ചിട്ടുണ്ടായിരുന്നു മോളെ? കാണിച്ചിട്ടുണ്ട്. നോബിൾഡ് സിലിണ്ടേഴ്സ്, മുകളിൽ നോബ് പോലൊരു സംഭവം ഉണ്ട്. സോ നോബിൾഡ് സിലിണ്ടേഴ്സ് ആണിത്. അപ്പൊ ഇതേപോലെ ഒരു ഇമേജ്, ഏതെങ്കിലും ഇമേജ് കാണിച്ചിട്ട് ചോദിക്കും, ആ മിസ് ചോദിക്കും ഇത് ഏത് മെറ്റീരിയൽ ആണ്, ഇതിനെ കുറിച്ച് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ. നിങ്ങളുടെ ബാച്ചിൽ നോബിൾഡ് സിലിണ്ടേഴ്സ് കാണിച്ചു തരില്ല കേട്ടോ. ഓക്കെ. അപ്പൊ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റണം. പിങ്ക് ടവർ, നോബിൾഡ് സിലിണ്ടേഴ്സ്, ബ്രൗൺ സ്ക്വയർ, കളർ ബോക്സ്, കളർ ടാബ്ലറ്റ്സ്, അങ്ങനെ ഒരുപാട് മെറ്റീരിയൽസ് ഉണ്ടല്ലോ. അപ്പൊ അതിനെ കുറിച്ചൊരു ക്വസ്റ്റ്യൻ വരും. നിങ്ങൾ ആ 5th റെക്കോർഡ് ഇല്ലേ, പ്രാക്ടീസ് റെക്കോർഡ്, അത് നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും.
പിന്നെ നല്ല രീതിയിൽ ഇംപ്രസ് ചെയ്യാം. ഇനി PG ഉള്ള കുട്ടികൾക്ക് മാത്രം ഒരു സെമിനാർ എടുക്കണം. PG ആരൊക്കെ ഉണ്ട്? ഓക്കെ ഓക്കെ. അപ്പൊ PG കുട്ടികൾ PGയുടെ ക്ലാസ്സിൽ സെമിനാർ എടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾ വൈവയുടെ സമയത്ത് ഒരു 5 മിനിറ്റ്സ് സെമിനാറിന് വേണ്ടി തരും. മിസ് അപ്പൊ ടോപ്പിക് നമ്മളുടെ എന്താ പറയാ PG എന്നുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക് സെലക്ട് ചെയ്യേണ്ട വരും. PGയുടെ ക്ലാസ് തുടങ്ങിയിട്ട് PGയുടെ വൈബ് ഉണ്ടാവുള്ളൂ കേട്ടോ. ഓക്കെ ഓക്കെ. മിസ്സേ അപ്പൊ രണ്ടും രണ്ട് വഴിയാണ് മിസ്സേ. PGക്കാർക്ക് വേറെ PGയുടെ ക്ലാസ് തുടങ്ങിയാൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ ആദ്യം ഡിപ്ലോമക്കാരുടെ വൈബ് ആയിരിക്കും, അതിനുശേഷമായിരിക്കും PGക്കാരുടെ വൈബ് വരാം. PG തുടങ്ങി അനുമോളെ ജയശ്രീ ഒന്നും കാണാൻ പറ്റില്ല. അവരൊക്കെ ഒരു ഹെൽപ്പ്. ഞാൻ PG അല്ല മിസ്സേ, ഡിപ്ലോമയാണ്. ഡിപ്ലോമയുടെ ക്ലാസ് അറ്റ് ടൈം പോകും. ചിലപ്പോ മോർണിംഗ് ആയിരിക്കും. നമുക്ക് 1:30 to. പിന്നെ ഇവരെ കാണാൻ പറ്റില്ലേ? പിന്നെ ഇവരെ കാണാൻ പറ്റത്തില്ലേ? നമ്മള് ഗ്രൂപ്പിലുണ്ടല്ലോ മിൻസി. നമ്മള് ഗ്രൂപ്പിലല്ലേ മിസ്സേ. അല്ല, ആകെ ഒരു ഹെൽപ്പ് അനുമോളൊക്കെയാ. എന്ന് വെച്ചാൽ എന്റെ ഫോണിനകത്ത് മിസ്സേ എനിക്ക് ഒരു ക്ലാസ്സും കാണാൻ പറ്റുന്നില്ല. നമ്മൾ ഏത് ക്ലാസ് ഓപ്പൺ ആക്കിയാലും നോട്ട് ഫൗണ്ട് എന്നാ കാണിക്കുന്നത്. എന്നെ ഇപ്പൊ ഹെൽപ്പ് ചെയ്തോണ്ടിരിക്കുന്നത് അനുമോളൊക്കെ. മെസ്സേജ് അയച്ചാ മതി ബിൻസി. അനുമോൾക്ക് ഞാൻ എന്റെ ക്ലാസ് പോയി. എന്റെ ബാക്കി പോർഷൻ എടുക്കാൻ പറ്റില്ല പിള്ളേര് കാരണം. സോറി. ഓക്കെ, കുഴപ്പമില്ല. അതിനെ കുറിച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ലാസ്റ്റ് ചാപ്റ്റർ ആ ഒരു പോർഷന്റെ ലാസ്റ്റ് സെഷനിലേക്ക് വന്നിട്ടുണ്ട്. സാർ വൈവി അത്യാവശ്യം സിമ്പിൾ ആയിരിക്കും. പിന്നെ അവിടെ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുമ്പോൾ നമ്മൾ കുറച്ച് ടയേർഡ് ആയിരിക്കുള്ളൂ. എന്നുവെച്ചാൽ നമുക്ക് വരണം, ട്രാവൽ ചെയ്യണം, പെർഫോം ചെയ്യണം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അല്ല, കുറച്ച് പേർക്ക് ദൂരത്തു നിന്നൊക്കെ വരുന്നവർക്ക് ടയേർഡ് ആയിരിക്കും. സോ അല്ലാത്തവരാണെങ്കിൽ നമ്മൾ പ്രാക്ടിക്കൽ ഓൺലൈൻ വൈവി ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 50 മിനിറ്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് കൂൾ ആയിട്ട് വൈവി അറ്റൻഡ് ചെയ്യാം. ആ സമയത്ത് നിങ്ങളെ മാത്രമേ ടീച്ചർ കേൾക്കുള്ളൂ. അതോ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എല്ലാ മിസ്സുമാരുണ്ടാവുമോ? വൈവി അറ്റൻഡ് ചെയ്യുമ്പോൾ മോണ്ടിസോറി ടീച്ചേഴ്സ് ഉണ്ടാവും. PGക്കാർക്ക് PGയിൽ എടുക്കുന്ന ടീച്ചേഴ്സും കൂടി ഉണ്ടാവും. ഡിപ്ലോമക്കാർക്ക് ഡിപ്ലോമയിലെ ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എടുത്ത ടീച്ചേഴ്സ് തന്നെ ആയിരിക്കും വൈവി വരുന്നത്. PGക്ക് അപ്പം മിസ്സുമാര് മാറുമോ? PGക്ക് നമ്മള് പാഗ്ര മിസ്, ഞാൻ, അശ്വതി മിസ്, ജിഷ മിസ് അല്ലെ, ഒരു മിസ്സും കൂടി വരും, ലിൽറോസ് മിസ്. എന്താ മിസ് പേര്? ലിൽറോസ് മിസ്. കണ്ടെന്ന് തോന്നണു. മിസ് ഈ ആഴ്ച ഒരു പവറും കൂടെ കൂടുതൽ എടുത്തോട്ടെ എന്ന് ചോദിച്ചായിരുന്നു തോന്നുന്നു. മിസ്സേ 3 മണി വരെ എടുത്തോട്ടെ കഴിഞ്ഞ ക്ലാസ് ചോദിച്ചായിരുന്നു മിസ്. അപ്പൊ ഞങ്ങള് എസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മനസ്സിലായില്ല. ഇന്നത്തെ ക്ലാസ്സിൽ എക്സ്ട്രാ ടൈമും കൂടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതാ ആണല്ലേ? ഓക്കെ ഓക്കെ, അത് കുഴപ്പമില്ലാടാ. അത് ഞാൻ പറഞ്ഞില്ല, ടെക്നിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോറി ട്ടാ. അപ്പൊ കുഴപ്പമില്ല, അത് ഞാൻ വിട്ടുപോയടാ പറയാനായിട്ട്. ഹാഫ് അവർ എക്സ്റ്റെൻഡ് ചെയ്യണം ഞാൻ വിചാരിച്ചാണ്, പക്ഷെ ഞാൻ ടെക്നിക്കൽ ടീമിനോട് ഇൻഫോം ചെയ്തിട്ടില്ല. കുഴപ്പമില്ല. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ സെമിനാർ തീരില്ല എന്ന് വിചാരിച്ചേ, അതുകൊണ്ട് എക്സ്റ്റെൻഡ് ചെയ്യാന്ന് വിചാരിച്ചേ. സെമിനാർ വേഗം കംപ്ലീറ്റ് ആയല്ലോ. സാധാരണ സെമിനാറിനെ കണ്ടിന്യൂ ചെയ്ത് ഒരുപാട് വീണ്ടും പോവാറുണ്ട് ഈ ഒരു ടോപ്പിക് വരുമ്പോ മോണ്ടിസോറി എന്നുള്ള. എല്ലാരും ഇന്നുണ്ടായില്ലല്ലോ സെമിനാർ ചെയ്യാനേ. ഞാൻ ഇന്റേൺഷിപ്പിലായിരുന്നു, അതുകൊണ്ട് ഇന്നലെ എഴുതി വെച്ചു, കുറച്ച് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പേര് തന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് പറയാന്. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല. അപ്പൊ ഏകദേശം നമുക്ക് ധാരണ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നല്ല എക്സ്പീരിയൻസ് ആണ്. സ്കൂളിൽ പോയിട്ട് ഈ ഒരു മോണ്ടിസോറി മെത്തേഡിലാണ് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഇപ്പൊ ബോളൊക്കെ വെച്ചിട്ട് നമ്മള് ഒരു ബോക്സില് അതായത് ഉള്ളിലിടുമ്പോ ഇൻ ദ ബോക്സ്, പിന്നെ അണ്ടർ ദ ബോക്സ്, അങ്ങനെയൊക്കെ നമ്മൾ ആക്ഷൻ കാണിച്ചും പിന്നെ അതേപോലെ സാൻഡ് പേപ്പേഴ്സ് വെച്ചിട്ടൊക്കെയാണ് പഠിപ്പിച്ചിരുന്നത്. നമ്പേഴ്സ് രണ്ടെണ്ണം ഒരുമിച്ചാക്കിയിട്ടൊക്കെ പറയിപ്പിക്കുമായിരുന്നു പിള്ളേരെ. ഇപ്പൊ കുറെ അധികം സ്കൂളിലും മോണ്ടിസോറി തന്നെയാണ് മാം ഉള്ളത്. ഇപ്പൊ എല്ലാ സ്കൂളിലും എല്ലാ മെത്തേഡെല്ലാം ഇത് തന്നെയാ ഉള്ളത്. മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ് ഉള്ളത് അധികമായിട്ട്.
മിസ് ഞാൻ അതെ മാം, ഗവൺമെന്റ് സ്കൂളിലും അത് അത് കറക്റ്റാ തന്നെയാണ് മിസ്സേ. ചെയ്യുന്നത്. ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പിന് ചോദിച്ചപ്പോ ഇവിടെ സ്കൂളിലെ ടീച്ചർ ചോദിക്കും മോണ്ടിസോറി മെത്തേഡോ അതെന്തുവാ ഞങ്ങൾ കേട്ടിട്ടില്ലല്ലേന്ന്. മോണ്ടിസോറിയുടെ ഈ മെത്തേഡ് മിസ്സേ കുട്ടികൾക്കൊക്കെ വളരെ പ്രവർത്തനങ്ങളിലൂടെ പഠിക്കാൻ സഹായിക്കുന്നുണ്ട്. എല്ലാം ഇപ്പോഴത്തെ പെട്ടെന്ന് അവർ ഈസി ഇതിലെല്ലാവർക്കും ആയിട്ട് അറിയാം ക്യാരി മാം ചെയ്യുന്നുണ്ട്. മോണ്ടിസോറി. ഓക്കെ, എല്ലാവർക്കും അറിയാം. ഏകദേശം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. അത്യാവശ്യം കുട്ടികളെ ചേർക്കുന്നുണ്ട്, പാരന്റ്സ് സെർച്ച് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഇപ്പൊ മന്നത്ത് ഇസ്ലാമിക് സ്കൂളില്ലേ ഡെന്നിയസ് ജയശ്രീ, അവിടെ മോണ്ടിസോറി മെത്തേഡാണ്. മന്നത്ത് ഇസ്ലാമിക് സ്കൂള് നമ്മളുടെ ഇസ്ലാമിക് സ്കൂളിൽ അതെ മിസ് അവിടെ ഇതുണ്ടെന്ന് പറഞ്ഞു. അവിടെ ഞാനൊരു മിസ്സിനോട് ചോദിച്ചായിരുന്നു, അറബിക്ക് എടുക്കുന്ന ഒരു മിസ്സാണ്. അപ്പൊ അവിടെ ഓൾറെഡി അവിടെ ഉണ്ട്, വേക്കൻസി ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് ബയോഡാറ്റ കൊണ്ടുപോകാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ഇനിയിപ്പോ ഇവിടെ നോക്കിയിട്ട് 2 സ്ഥലത്തും പകുതി ആവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അവിടെ കൊടുക്കണോ മിസ്? അതായിരിക്കും എക്സ്പീരിയൻസ് കിട്ടുമല്ലോ. നമ്മൾ 2 സ്ഥലത്ത് പോയാലും എക്സ്പീരിയൻസ് നല്ലതാണ്. അത് മോണ്ടിസോറി മെത്തേഡാണ്. ഇവിടെ നമ്മൾ CBSE മെത്തേഡാണ് ഫോളോ ചെയ്തത്. അവിടെ അവിടെ ഓൾറെഡി ഉണ്ടെന്നാ പറഞ്ഞേ, അവിടെ വേക്കൻസി ഉണ്ടെന്നാ പറഞ്ഞേ അവിടെ പ്രീ സ്കൂളിലേക്ക് കയറാനായിട്ട്. അപ്പൊ അറിഞ്ഞുകൂടാ എനിക്ക്. ഇനിയിപ്പോ ട്രെയിനിങ്ങിനായിട്ട് പോണോ? കൊടുക്കണം. വേക്കൻസി ഉള്ളവർക്ക് ബയോഡേറ്റ കൊടുക്കാവുള്ളൂ. നമ്മൾ വേക്കൻസി പ്രതീക്ഷിച്ചിരിക്കരുത്. വേക്കൻസി ഉണ്ടെങ്കിൽ കൊടുത്തേക്കണം. ഓക്കെ, നമുക്ക് അവസരങ്ങൾ വരുന്നത് അപൂർവമായിരിക്കും. കിട്ടുന്ന അവസരങ്ങൾ അപ്പൊ അറബിക് മിസ് പറഞ്ഞായിരുന്നു. ഓക്കെ, താങ്ക് യു. താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച് മിസ്. താങ്ക് യു. താങ്ക് യു.